എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. നമ്മൾ പുതിയ മാസം ആരംഭിച്ചത് വളരെ പ്രതീക്ഷയോടെയാണ്. എപ്പോഴും ഒരു പ്രതീക്ഷയോടെ ഇരിക്കണമെന്നാണ്. എല്ലാ ദിവസവും എപ്പോഴും പ്രതീക്ഷയുള്ളവരായിരിക്കണം. പിശാച് എന്ത് ചെയ്യുമെന്നറിയാം? നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ അങ്ങോട്ട് തകർത്ത് കളയുന്ന സാഹചര്യങ്ങളുണ്ടാക്കും. നമ്മളെ എങ്ങനെയെങ്കിലും നിരാശപ്പെടുത്തണം, ഡിപ്രഷൻ ഉള്ളവരാക്കണം, ആങ്സൈറ്റി ഉള്ളവരാക്കണം. അങ്ങനെ നിരാശ വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകും. സന്തോഷം നഷ്ടപ്പെടും, വഴക്കുണ്ടാകും. ചൈനക്കാർ ഒത്തിരി കോഴിയെ വളർത്തുന്നവരാണ്. ഭയങ്കര ബിസിനസ്സാണ് കോഴി. പലതരത്തിലുള്ള കോഴികൾ അവർക്കുണ്ട്. പല ഇനം, മുന്തിയ ഇനം കോഴികൾ. ഓരോരുത്തരും 10,000-കണക്കിന് കോഴികളെ വളർത്തുന്ന, നാടൻ കോഴികളെ വളർത്തുന്നവരുണ്ട്. അപ്പോൾ ഈ കോഴികളെയൊക്കെ വളർത്തുമ്പോൾ ഇവർക്ക് ഇടയ്ക്ക് കോഴിക്ക് മുട്ട കിട്ടൂല. ദിവസവും മുട്ടയിടുന്ന കോഴികളാണ്. അതിൻ്റെ കാരണം അവർ കണ്ടെത്തി. എന്താണ്? കോഴിക്ക് ഉത്കണ്ഠ വരുന്നു, ഡിപ്രഷൻ പോലെ വരുന്നു. എന്താണ് കോഴിക്ക് ഡിപ്രഷൻ? കോഴികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടുന്നു, മുട്ടയിടുന്നില്ല. നമ്മളാണെങ്കിൽ അതിനെ പിടിച്ച് കറി വെക്കും. എന്നാൽ ചൈനക്കാർ അവർ വീണ്ടും അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത്, കോഴിയിടുന്ന മുട്ട മുഴുവനും ഇവരെടുത്തുകൊണ്ട് പോകുമ്പോൾ കോഴിക്ക് ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല. കോഴിയുടെ അധ്വാനത്തിൻ്റെ റിസൾട്ട് കോഴി കാണുന്നില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട മുട്ടയാണ്, ഇതൊന്നും കാണുന്നില്ലല്ലോ, ഇതെല്ലാം എടുത്തുകൊണ്ട് പോവുകയല്ലേ. ചൈനക്കാരെന്ത് ചെയ്തെന്നറിയാമോ? ഇത് മനസ്സിലാക്കി കോഴിയുടെ ഡിപ്രഷൻ മാറാൻ ഈ കോഴികൾ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് കൊത്തും വഴക്കുക, മുട്ടയിടുന്നില്ല. അവർ ഫൈബറിൻ്റെ കോഴിമുട്ടയുണ്ടാക്കി. അതേ വലിപ്പത്തിൽ, അതേ കളറിൽ, അതേ തൂക്കത്തിൽ, ഒന്നും മാറ്റമില്ല. എന്നിട്ട് ഈ കോഴിമുട്ട എടുക്കുന്ന സമയത്ത് പകരം ഈ കോഴിമുട്ട അവിടെ വെച്ച് കൊടുത്തു. കോഴി അറിയുന്നില്ലല്ലോ ഞാനിട്ട മുട്ട ഏതാണെന്ന്. കോഴി ഇത് പുറേക്കടി വരുന്ന സംഭവമല്ലേ, ഇവനറിയില്ല ഇത് ഏതാണെന്ന്. ഏതായാലും ചൈനക്കാർ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 3 കാര്യം അവിടെ നടന്നു. കോഴികൾക്ക് ഭയങ്കര സന്തോഷം, ഡിപ്രഷൻ മാറി, ഡെയിലി മുട്ടയിടാൻ തുടങ്ങി, കോഴികൾ തമ്മിൽ കൊത്തുകൂടുന്നില്ല, ഭയങ്കര കോഴികൾ വളരെ സന്തോഷമുള്ളവരായിട്ട് മാറി. മാത്രമല്ല, ഈ മുട്ടയിടാത്ത ചെറുപ്പക്കാരികളായ കോഴികളുണ്ട്, മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല. ഈ കോഴികളെയും അടുത്ത് കൊണ്ടുപോയി ഈ മുട്ട വെച്ചു. അപ്പം ഈ ചെറുപ്പക്കാരികളായ കോഴികൾക്ക് ഒരു സംശയം, ഞാൻ മുട്ടയിട്ടോ? ഇതെപ്പോൾ ഇട്ടു? ചിലപ്പോൾ നേരാണെങ്കിലോ? ഇത് 2-3 മുട്ട എൻ്റെ കീഴിൽ ഇരിക്കുന്നു, എൻ്റെ റൂമിലിരിക്കുന്നു, ചിലപ്പോൾ ഞാനായിരിക്കും എന്ന് വിചാരിച്ച് അവരും മുട്ടയിടാൻ തുടങ്ങിയെന്ന്. അപ്പം ഇങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടതാണ് ആ കോഴികളെല്ലാം കാണിച്ചിട്ട്. ഇതുപോലെ ഈ ഡിപ്രഷനും അതുപോലെയുള്ള വഴക്കും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ റിസൾട്ടുകൾ കുറയും, നമ്മൾ ഫലം കായ്ക്കാതെ വരും. അപ്പോൾ നമുക്ക് റിസൾട്ട് വേണം. റിസൾട്ട് ഇല്ലാതെ വരുമ്പോഴാണ്, അയ്യോ എൻ്റെ മുട്ട, ഞാൻ അധ്വാനിച്ചത്, ഞാൻ പ്രസവിച്ചത്, ഞാൻ മുട്ടയിട്ടത്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കുടുംബം, ഇത് നമുക്ക് വലിയൊരു ഭാരമാണ്. റിസൾട്ട് കാണണം. ജൂൺ മാസത്തിൽ ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും റിസൾട്ടുകൾ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കും. വലിയ റിസൾട്ടുകൾ ഉണ്ടാകും. ദൈവം നമ്മുടെ അധ്വാന ഫലം നമുക്ക് തന്നെ തിന്നാൻ കൃപ തരും. വർഷങ്ങളായിട്ട് അധ്വാനിച്ചിട്ട് ഒന്നും കാണാത്ത പലരുമുണ്ട്. നിങ്ങൾ റിസൾട്ടുകൾ കാണാൻ പോവുകയാണ്, അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് കണ്ടിട്ട് അനേകർ ഈ ദൈവകൃപയിലേക്ക് വരും. വിശ്വസിക്കുക, ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കുക. പകരം നൽകും നീ കരുതും കരുതലിനായി യേശുവേ
എന്തു ഞാൻ പകരം നൽകും? നീ കരുതും കരുതലിനായി യേശുവേ നീ ഓർത്തതിനായി എന്നെ നീ മാനിച്ചതിനായി എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. സർവഭൂമിക്കും രാജാവു നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ. സർവഭൂമിക്കും സർവഭൂമിക്കും രാജാവു നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്റെ രക്ഷയായ, എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. യേശുവേ, അങ്ങയുടെ സൗമ്യതയാണ് ഞങ്ങളെ വലിയവരാക്കിയത് കർത്താവ്. അങ്ങയുടെ സഹിഷ്ണുതയാണ് ഞങ്ങൾ ഇന്നും ജീവനോടെ ആയിരിക്കുന്നത്. അങ്ങ് നല്ലവൻ. ഞങ്ങൾക്ക് എന്നും പാടാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, എല്ലാ കാലത്തും ഞങ്ങൾക്ക് പാടാൻ ഒറ്റൊരു കാര്യമേ ഉള്ളൂ കർത്താവ്. അങ്ങ് നല്ലവൻ, അങ്ങ് യോഗ്യൻ, അങ്ങ് മതിയായവൻ. യേശുവേ, യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേ, യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ,
നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം. നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചത് ആ മുടന്തൻ നടന്നും തുള്ളിയും ദേവാലയത്തിൽ കയറി. പത്രോസും യോഹന്നാനും കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. 40 വർഷമായിട്ട് നടക്കാത്തവൻ, കൈകാലുകൾക്ക് സ്വാധീനമില്ലാത്തവൻ, ഭിക്ഷാടകൻ, ജീവിതം മുഴുവൻ തകർന്നു പോയവൻ, ജനിച്ചതിന് അർത്ഥമില്ലെന്ന് വിചാരിച്ചവൻ, ഇതാ 40ാമത്തെ വയസ്സിൽ നിന്ന് തുള്ളുകയാണ്. എന്താണ്? ജീവിതത്തിന് ഒടുവിലാണെങ്കിലും ഒരു അർത്ഥമുണ്ടാകുമെന്നവന് മനസ്സിലായി. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനിലുള്ള ഒരു വ്യക്തിയാണോ നമ്മൾ? സമയമാവുമ്പോൾ നമ്മുടെ റിസൾട്ട് പെട്ടെന്നായിരിക്കും. അവൻ പതുക്കെ വർഷങ്ങൾ കൊണ്ട് വേച്ച് നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 10 വർഷം കൊണ്ട് നടന്നു തുടങ്ങി. ഇനി അവൻ്റെ കാലുകൾ പതുക്കെ ഉയർത്താനൊക്കെ പറ്റും. ഇപ്പോൾ 15 വർഷമായി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഉടനെയാണ് എല്ലാം സംഭവിച്ചത്. ഉടനെ അവൻ്റെ നരിയാണി ഉറച്ചു. ഉടനെ അവൻ്റെ അസ്ഥികൾ നേരെയായി, അവൻ്റെ നാഡീനരമ്പുകൾ നേരെയായി. 40 വർഷം ഇഴഞ്ഞ് നടന്നവൻ ഇതാ നടന്ന് തുള്ളിയും ദൈവത്തെ ചവിട്ടുപടികൾ, വലിയ പടിക്കെട്ടുകളാണ്. ദേവാലയത്തിൻ്റെ പടിക്കെട്ടുകളെല്ലാം വലുതാണ്. അത് നല്ല വലിയ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പടിക്കെട്ടുകളിലൂടെ അവൻ നിസ്സാരമായി കയറി ആ ദേവാലയത്തിൽ ഓടി നടന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ്റെ ആവേശം ഭയങ്കരമാണ്, അവൻ്റെ സന്തോഷം ഭയങ്കരമാണ്. അവൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണത്. ചിലർക്കുണ്ട് സൗഖ്യമായാലും ഒരു സാക്ഷ്യം പറയാൻ പോലും അവർക്ക് താല്പര്യമില്ല. കാരണം അവർ ഈ സൗഖ്യം ആഗ്രഹിച്ചതല്ല. എന്നാൽ വളരെയധികം ആഗ്രഹിച്ചിട്ട് കിട്ടുന്നതും ആഗ്രഹിക്കാതെ കിട്ടുന്നതും രണ്ടാണ്. ആഗ്രഹിക്കുക, അങ്ങനെയുള്ളവർക്ക് വലിയ നൃത്തങ്ങളും കർത്താവ് തരും. വലിയ ആഗ്രഹത്തോടെ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകണം, വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകണം. അതിൻ്റെ എല്ലാം നന്മകൾ കർത്താവ് നമുക്ക് തരും. ദൈവത്തിൽ നിന്ന് ഒരു സ്വപ്നം ജോസഫിനെ പോലെ നമുക്കുണ്ടായിരിക്കണം. എല്ലാവരെക്കാളും ഞാൻ മികച്ചവനാകുമെന്നുള്ളത് ഒരഹങ്കാരമല്ല, ദൈവം തരുന്ന ഒരു പദവിയാണ്. അവനെ ഉയർത്തിയാൽ അവൻ നമ്മെ ഉയർത്തുമെന്ന് സദൃശവാക്യങ്ങളിൽ 4-ാം അധ്യായത്തിലൊക്കെ കാണും. ദൈവവചനത്തെ ഉയർത്തിയാൽ, വചനമാകുന്ന യേശുവിനെ ഉയർത്തിയാൽ, ഇതാ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞപ്പോഴാണ്, യേശുവിനെ ഉയർത്തിയപ്പോഴാണ്, യേശുവിനെ ഉയർത്തേണ്ടതിനാണ് ഇവൻ്റെ കൈക്ക് പിടിച്ചുയർത്തിയത്. ഇപ്പോൾ ഇവൻ മുഖാന്തരം യേശുവിൻ്റെ നാമം ഉയരുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. 9-ാം വാക്യം, അപ്പോസ്തലപ്രവൃത്തി 3:9. 10-ാം വാക്യം, ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവൻ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. ഭയപ്പെട്ടു പോയി അവര്. ആശ്ചര്യമുണ്ട്, ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രവചന പുസ്തകത്തിൽ പറയുന്നത്, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ആ പ്രവചനത്തിൻ്റെയൊക്കെ നിവൃത്തിയാണിത്. നിങ്ങളുടെ കാലത്ത് ഞാനൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ ആശ്ചര്യപ്പെടുത്തുന്ന, നിങ്ങളെ പേടിപ്പിക്കുന്ന ചില വിടുതലുകൾ. അനുഗ്രഹം കണ്ട് നിങ്ങൾ പേടിച്ചു പോകും. മന്ന വീഴുന്നത് കണ്ട് നിങ്ങൾ പേടിച്ചു പോകും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാ കൂടാരത്തിൻ്റെ മുൻപിൽ മന്ന പെയ്ത് കിടക്കുന്നു. എങ്ങനെയാണ് മോശയുടെ കാലത്ത് സംഭവിച്ചത്? മരുഭൂമിയാണ്. മരുഭൂമിയിൽ തേൻ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ, അതാണ് രുചി. ദോശ പോലെ ഇരിക്കും, അത് തേനിലാണ്.
തേൻ ഒഴിച്ച ഒരു ദോശ മണ്ണിൽ വീണ് കിടന്നാൽ ആർക്കെങ്കിലും തിന്നാൻ പറ്റുമോ? വെറും മരുഭൂമിയാണ്. എന്താ സംഭവിച്ചത്? ആദ്യം മഞ്ഞു പെയ്തു. മഞ്ഞു പെയ്തപ്പോൾ മണ്ണിൻ്റെ മുകളിൽ ഒരു പാളി രൂപപ്പെട്ടു. അതിൻ്റെ മുകളിൽ മഞ്ഞ വീണു. അതിൻ്റെ മുകളിൽ വീണ്ടും മഞ്ഞു പെയ്തു. 2 പ്ലേറ്റുകൾക്കിടയിൽ നിന്ന് മഞ്ഞ എടുക്കുന്നത് പോലെയാണ് കൂടാരത്തിൽ നിന്ന് കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വരുന്ന അവർ മഞ്ഞ എടുത്തതും ഭക്ഷിച്ചതും. അവർ പറഞ്ഞു, ഹായ്, തേൻ ചേർത്തുണ്ടാക്കിയ ദോശ. എല്ലാ വീട്ടുകാർക്കും 30 ലക്ഷമോ 32 ലക്ഷമോ അത്രയും വലിയ ജനസമൂഹത്തിന് ഒരാൾ പോലും ഒരു വീട്ടിൽ ഒന്നും ഉണ്ടാക്കുന്നില്ല. എല്ലാ വീട്ടിലും ഭക്ഷണം. എത്ര ദിവസം? കനാനിലെത്തും വരെ. അവർ കനാനിൽ ചെന്നു. 40 വർഷത്തിന് ശേഷം കനാനിൽ ചെന്നു. 40 വർഷം മന്ന പെയ്യാണ്. കനാനിൽ ചെന്നിട്ടും മന്ന നിൽക്കുന്നില്ല. മന്ന എന്നാണ് നിന്നേന്നറിയാമോ? അവർ കനാനിലെത്തി. കനാനിൽ കൃഷി ചെയ്തു. ആ വിളവ് കൊയ്ത് ഭക്ഷിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നു. ഒരു സാധ്യത തുറക്കാതെ മറ്റൊരു സാധ്യത ദൈവം അടക്കുകയില്ല. മന്ന നിന്നപ്പോൾ അവർക്ക് സങ്കടമായി കാണും. വാസ്തവത്തിൽ അത് ഉള്ളപ്പോൾ അവരിത്തിരി കുറ്റമൊക്കെ പറഞ്ഞു, വെറുതെ മന്ന എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും ചെയ്യണ്ടല്ലോ. ഇത് വിതയ്ക്കണം, കണ്ണുനീരോടെ വിതയ്ക്കണം, ആർപ്പോടെ കൊയ്യുക, അല്ലേ? വലിയ ഡാൻസും പരിപാടിയൊക്കെയാണ്. എന്നാൽ കഷ്ടപ്പെട്ട് അവസാനം ഇത് മെതിച്ച് പൊടിച്ച് മാവാക്കി തീക്കനലിൽ ചുട്ട് ഒരു സമയമാവും ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ. ഇത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാം വീണ് കിടക്കുക. ദൈവത്തിൻ്റെ കരം തൻ്റെ മക്കൾക്കായി ആവശ്യമുള്ളത് എന്തെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെന്ന് പിതാവ് അറിയുന്നു. എന്ത് തിന്നും, എന്തുടുക്കും, എന്തു കുടിക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടണ്ട എന്ന് യേശു പഠിപ്പിച്ചത്. ഈ പഠിപ്പിച്ച യേശു തന്നെയാണ് ഇവർക്ക് മന്ന കൊടുത്തത്. എന്നിട്ട് യേശു ഇങ്ങനെ പറഞ്ഞു, മരുഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാരെ മന്ന ഭക്ഷിച്ചു. അത് മോശയല്ല കൊടുത്തത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവത്രേ. എന്നാൽ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ജീവൻ തരാൻ ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. ആ കർത്താവ് പറയുകയാണ്, മോശയുടെ കാലത്ത് നിങ്ങൾ ആശ്ചര്യപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ പിതാക്കന്മാർ ആശ്ചര്യപ്പെട്ട അത്ഭുതം നടന്നെങ്കിൽ, ചെങ്കടൽ വറ്റിയതും വലിയ നൃത്തം, മിരിയാമൊക്കെ നൃത്തം ചെയ്ത വലിയ സംഭവങ്ങൾ നടന്നെങ്കിൽ, അതിനേക്കാൾ വലിയ ആശ്ചര്യം ഞാൻ നിങ്ങളുടെ കാലത്ത് ചെയ്യും. അത് കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല. വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ചില നന്മകൾ വന്ന് വീഴുമെന്ന്. രാവിലെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ചില ഓഫറുകളുമായി, ഇൻ്റർവ്യൂ കാർഡുമായി, അല്ലെങ്കിൽ പണവുമായി, അല്ലെങ്കിൽ പുതിയ വാർത്തകളുമായി, എന്തായാലും ഒരു നല്ല വാർത്തയുമായി നിങ്ങളുടെ കതകിന് തട്ടുവാൻ ചിലരെ ദൈവം ആക്കി വെച്ചിട്ടുണ്ടെന്ന് യേശു തന്നെ പറയുകയാണ്. ഞാൻ വാതിക്കൽ മുട്ടുന്നു. ആരെങ്കിലും കതക് തുറന്ന് എൻ്റെ ശബ്ദം കേട്ട് കതക് തുറന്ന് ഞാൻ അകത്ത് വന്നിട്ട് ഞാൻ അവനോട്, അവൻ എൻ്റെ കൂടെ അത്താഴം കഴിയും. കർത്താവിൻ്റെ കൂടെ ഒരു അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കൂടെ ഒരു നേരത്തെ അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തെ സുൽത്താൻ്റെ കൂടെ, രാജാവിൻ്റെ കൂടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അതൊക്കെ മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതിനപ്പുറമാണ് യേശു പറയാണ്, ഒരത്താഴത്തിന് ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. ഒരു സന്തോഷത്തിന്, ഒരു ഫെലോഷിപ്പിന്, ഒരു ആനന്ദത്തിന്. അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പോലെ ആകെ 2 ചപ്പാത്തിയും കുറച്ച് പരിപ്പും കഴിച്ചിട്ട് ആ ഒരു ടെൻഷൻ അടിച്ച് 2 വഴക്കും കഴിഞ്ഞ് കിടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല. അത്താഴം എന്ന് പറഞ്ഞാൽ ഒരു ഫെലോഷിപ്പാണ്. കർത്താവ് പലപ്പോഴും പ്രശ്നങ്ങളെ പരിഹരിച്ചതെല്ലാം
അവരെ വീണ്ടും ഒരുമിപ്പിച്ച് എല്ലാ അത്താഴത്തിലും പ്രഭാത ഭക്ഷണത്തിലൊക്കെയാണ്. പല വീടുകളിൽ യേശു ബന്ധങ്ങളുണ്ടാക്കി, ഭക്ഷണത്തിന് പോയി. കാരണം ഭക്ഷണം ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഭക്ഷണം എന്നുള്ളത് നമ്മുടെ വിശപ്പിന് വേണ്ടി മാത്രമുള്ളതല്ല, ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. യേശു പറയുകയാണ്, ഞാൻ അത്ഭുതങ്ങൾ ചെയ്യും, നിങ്ങളുടെ കാലത്ത് അത്ഭുതങ്ങൾ ചെയ്യും. ഇവിടെ ഇപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താണ്? ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവൻ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയം. അയ്യോ, ഇതങ്ങനെ നടന്നു. അവർക്ക് പരിഭ്രമം. ദൈവമേ, നേരാണോ? ഇവൻ തന്നെയാണോ? ഇനി ഇതൊരു കളിപ്പീര് പരിപാടിയാണോ? ഇതാരാ ഇതിൻ്റെ പുറകിൽ? ഏതായാലും ഇത് വൈദ്യശാസ്ത്രത്തിന് കഴിയാത്ത കാര്യമാണ്. ഇതെങ്ങനെ നടന്നു? അതെ, ഡോക്ടർമാർക്കും സയൻസിനും ഒക്കെയും നടക്കാത്ത കാര്യം നടക്കുമ്പോൾ വിസ്മയവും പരിഭ്രമവും ഉള്ള വലിയ വാർത്തകൾ കണ്ട് ജനങ്ങൾ ഞെട്ടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് സാഹചര്യങ്ങൾ മാറാൻ പോവുകയാണ്. ഈ മാസം അത് അങ്ങനെയാകട്ടെ. നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വലിയ വിസ്മയവും വലിയ ആശ്ചര്യവും എല്ലാം ഉണ്ടാകട്ടെ. ഭയപ്പെട്ടു പോകുന്ന അത്ഭുതങ്ങൾ എൻ്റെ വീട്ടിലോ, എൻ്റെ അമ്മ സൗഖ്യമായി, എൻ്റെ അപ്പൻ സൗഖ്യമായോ, എൻ്റെ സഹോദരിമാർ സൗഖ്യമായോ, ഞങ്ങളുടെ വീട്ടിലെ ജപ്തി മാറിയെന്നോ, എൻ്റെ സഹോദരന് ജോലി ലഭിച്ചെന്നോ, എൻ്റെ മകന് ഏറ്റവും നല്ലൊരു ജോലി, ഒരിക്കലും കിട്ടാത്തിടത്ത് ആർക്ക് ലഭിക്കാത്ത ഒരു ജോലി ലഭിച്ചെന്നോ, ഇതുപോലെയുള്ള ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മുൻപിൽ ഇനിയുള്ള ദിവസങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. ഈ പ്രഭാത പ്രാർത്ഥനയിൽ ഇത് കേട്ടുകൊണ്ട് ആമേൻ പറയുന്ന, വിശ്വസിച്ചത് എന്നോടാണെന്ന് പറയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണും. അല്ലാത്തവർക്ക് ഇതൊരു പതിവ് പ്രാർത്ഥന മാത്രം. വലിയ പുതുമകളൊന്നും കാണാൻ പോകുന്നില്ല. എന്നാൽ ഒരു ആശ്ചര്യം ദൈവം നിങ്ങളുടെ വീട്ടിൽ തരണമെങ്കിൽ വിശ്വസിക്കുക, അത് കാണാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. വലിയ ദൈവപ്രവർത്തികൾ കണ്ണുകൊണ്ട് കാണും. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ആശ്ചര്യപ്പെടുത്തുന്ന, അത്ഭുതപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന അത്ഭുതങ്ങൾ കർത്താവെ അങ്ങ് ഇന്നും ചെയ്യുവാൻ, ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനായ കർത്താവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം. ഞങ്ങളങ്ങേ വിശ്വസിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ, വലിയ വീര്യപ്രവർത്തികൾ നടക്കട്ടെ. വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വീര്യപ്രവർത്തികൾ കൊണ്ടും ഇത് കേൾക്കുന്ന കുടുംബങ്ങളെ അങ്ങ് ഉറപ്പിക്കണം, ബലപ്പെടുത്തണം, സൗഖ്യമാക്കണം. ഒരിക്കലും നടക്കാത്ത അത്ഭുതങ്ങൾ ഈ വീടുകളിൽ അവർ കാണട്ടെ. ഒരു പ്രതീക്ഷയും ഇല്ലാത്തിടത്ത് പുതുതായി വലുത് സഫലവുമായ വാതിലുകൾ തുറന്നു വരട്ടെ. ഞാൻ ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് അവർ നിറയട്ടെ. ഉല്ലാസത്തിൻ്റെ, ജയത്തിൻ്റെ ഹോഷം ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. വലിയ നൃത്തങ്ങൾ ഉണ്ടാകട്ടെ, വലിയ ആഘോഷങ്ങൾ. മഴക്കാലത്ത് പോലും വലിയ ആഘോഷങ്ങൾ ഈ വീടുകളിൽ യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. സഭയോട് പറഞ്ഞ ആഘോഷങ്ങൾ എല്ലാം കടന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പല ആഘോഷങ്ങളും ഈ ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിൽ കർത്താവ് ചെയ്യും. നിങ്ങൾ പലർക്കും മധുരം വിതരണം ചെയ്യും. അതുപോലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സീസണാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.